മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ വാഴ കർഷകർക്ക് അധിക വരുമാനമെന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നിർമ്മാണം തുടങ്ങിയ തൃശൂരിലെ ബനാന ആൻഡ് ഹണി പാർക്ക് നാശത്തിന്റെ വക്കിൽ. 2021 ഫെബ്രുവരി 19 മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുവെങ്കിലും ഇതുവരെ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് കാത്തിരുന്ന കർഷകർ ഇന്ന് ദുരിതത്തിലാണ്. തേനും പഴവും സംഭരിക്കുവാനും ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുവാനും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പാർക്ക് എന്നതായിരുന്നു സർക്കാർ പ്രഖ്യാപനം. VS സുനിൽകുമാർ കൃഷിമന്ത്രിയായിരിക്കെ പൂർണ്ണമായും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചായിരുന്നു പാർക്കിന്റെ നിർമ്മാണം. ഉദ്ഘാടനം കഴിഞ്ഞ 3 വർഷങ്ങൾ പിന്നിടുമ്പോൾ 24 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിട സമുച്ചയവും യന്ത്രങ്ങളും നാശത്തിന്റെ വക്കിലാണ്. അതേസമയം സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച കാത്തിരുന്ന കർഷകരൊക്കെയും ഇന്നും ദുരിതത്തിലുമാണ്. 25 കോടി 13 ലക്ഷം മുടക്കിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന സുനിൽകുമാറും കൂടിയിട്ട് ഈ ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ ഹബ്ബാണ്, ബനാന ഹണി നിർമ്മാണത്തിൻ്റെ ഒരു ഹബ്ബ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് നിലവിൽ ഇത് കാട് കയറി കിടക്കുക, സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ കയറി ഇറങ്ങുക എന്നല്ലാതെ ഈ ഒരു സ്ഥാപനം ഇന്ന് ഒന്നുമല്ലാത്ത നിലയിൽ കിടക്കുന്നു എന്നതാണ് വാസ്തവം. സ്ഥലത്തെ 300ഓളം തെങ്ങുകൾ മുറിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ഇന്ന് സ്ഥാപനം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. നാടിന് അഭിമാനമാകേണ്ട പദ്ധതി അപമാനമായി മാറിയെന്ന നാട്ടുകാരും പറയുന്നു. കേരള സർക്കാരിൻ്റെ ഏറ്റവും കെടുകാര്യസ്ഥതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം നാട്ടുകാരുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പെട്ടെന്ന് ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ഇത് ഫുൾ ഫങ്ഷനിങ് ആക്കാനുള്ള സംവിധാനത്തിലേക്ക് കേരള ഗവൺമെന്റ് തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാരുടെ സൈഡിൽ നിന്ന് സംസാരിക്കുമ്പോൾ പറയാനുള്ളത്. കർഷക കുടുംബങ്ങൾക്ക് അധിക വരുമാനവും സ്ഥാപനത്തിൽ ജോലി എന്ന വാഗ്ദാനവും വിശ്വസിച്ചിരുന്നവർ ഇന്ന് പ്രതിഷേധത്തിലാണ്. അമൃത ന്യൂസ്, തൃശൂർ.